നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതവണ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ് നമ്മുടെ ടോയ് ട്രെയിൻ, അതുപോലെ തന്നെ ബോട്ടിങ്, അങ്ങനത്തെ കുറെ പിന്നെ ഗാർഡൻസ്, ഇതൊക്കെ നമ്മൾ ഊട്ടിയിൽ സ്ഥിരമായിട്ട് പോകുന്നതാണ് കേട്ടോ. ഞാനും ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ ഒരു 2-3 ദിവസമായിട്ട് ഊട്ടിയിലാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലെ വില്ലേജുകളുടെ കുറെ റീൽസ് ഒക്കെ കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് നമുക്ക് വില്ലേജുകളിൽ പോയിട്ട് ഓരോ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ കാണാന്ന്. വൈദ്യുതി നമ്മൾ തലേദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് റൂമിൽ ചെന്ന് റൂമൊക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മള് ഫ്രഷ് ഒക്കെ ആയത് നമ്മുടെ ഫാമിംഗ് ഏരിയയിലേക്ക് പോവാണ്. വില്ലേജ് ഏരിയയിലേക്കാണ് പോകുന്നത് കേട്ടോ. റീൽസിൽ കണ്ട പോലെ നമുക്ക് അങ്ങനെ കാണാൻ അങ്ങോട്ട് കടത്തിവിടെ ഇല്ലെന്ന് അറിയില്ല. നമുക്ക് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. വേഗം നമുക്ക് വീഡിയോയിൽ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 5 മണി 6 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി കോനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കോനൂരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഊട്ടിയിലേക്ക് പോകാമെന്നാണ്. കാരണം നമ്മൾ ഊട്ടിയിൽ പലതവണ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കോനൂർ എത്തിയപ്പോഴത്തേക്കും കോനൂർ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് വന്നതാണെങ്കിലും റൂമോ റിസോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് അന്വേഷിച്ചു, ഒരുപാട് ചുറ്റി. അതന്നെ നമുക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്ത് കാറിലായിരുന്നു. കാരണം നമുക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല. അവിടെ പ്രത്യേകിച്ച് ഷോപ്പുകളോ ആൾക്കാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോർണിംഗ് ആയപ്പോൾ തന്നെ നമ്മൾ വേഗം തന്നെ തിരിച്ച് നമ്മൾ ഊട്ടിയിലേക്ക് വന്നു. ഊട്ടിയിൽ വന്ന് നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് റൂമെല്ലാം എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതാ ഈ കാഴ്ചകളെല്ലാം കാണാനായിട്ട് പോയത്. കോനൂർ പോകുന്ന വഴിയിൽ ഒരുപാട് കാട്ടുപോത്തിനെയൊക്കെ രാത്രിയിൽ കാണാനായിട്ട് പറ്റി. മുള്ളമ്പന്നി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മോർണിംഗ് ആയപ്പോൾ നേരെ തന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഈ വീക്കെൻഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ഫൈനലി നമ്മൾ റൂമിലേക്ക് എത്തി. നമുക്ക് നല്ലൊരു റൂമാണ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 ബെഡ്റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു ലുക്ക്. റൂമിനോട് ചേർന്ന ഒരു ക്യാരറ്റ് ഫാക്ടറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ബാൽക്കണിയിൽ നിന്ന് ഒപ്പം 2 സൈഡിലേക്ക് കണ്ടാൽ നമുക്ക് ഊട്ടി ടൗൺ മൊത്തത്തിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളൊരു അടിപൊളി ടോയ് ട്രെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫാമിലിക്ക് പോകുന്ന വഴി നമുക്കൊരു അടിപൊളി കിഡിലൻ കാഴ്ച കിട്ടിയിട്ടോ. ഊട്ടിയിൽ വന്ന് നമ്മൾ മസ്റ്റായിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ടോയ് ട്രെയിൻ. സോ നമ്മളിതാ ഇപ്പോൾ ലൗഡായിൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടോയ് ട്രെയിനിൽ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീക്കെൻഡ്സിലൊക്കെയാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നമ്മൾ ഓൾറെഡി മുമ്പ് പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടോ കയറിയിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ടോയ് ട്രെയിൻ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ടോയ് ട്രെയിനിൽ കയറാനായിട്ടുള്ളതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു. ശരിയാണ് കേട്ടോ, നമ്മുടെ മൂന്നാറിലൊക്കെ ചൂടുള്ള പോലെ തന്നെ ഇവിടെ ഒട്ടും ചൂടില്ല. കാണുമ്പോൾ ഒരു ചെറിയ വെയിലുണ്ടെങ്കിലും നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല തണുപ്പായി. അങ്ങനത്തെ നമ്മൾ നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് പോവാണ്. നമ്മൾ കുറേ നാളായിട്ട് റീൽസിലൊക്കെ കണ്ട പോലെ വില്ലേജ് ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരുപാട് കൃഷിയും കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ എല്ലാവരും പോവാത്ത വഴിയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് ഈ വട്ടം പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫാമുകളൊക്കെ കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ ബാക്കിൽ കാണുന്നത് നമ്മുടെ ക്യാരറ്റ് തോട്ടാണ് കേട്ടോ. ഊട്ടി, കൊടൈക്കനാൽ, അതുപോലെ തന്നെ മൂന്നാറൊക്കെ പോകുമ്പോൾ വഴിയിൽ മാത്രമേ നമ്മൾ ക്യാരറ്റ് വെച്ച് കണ്ടിട്ടുള്ളൂ. ബാക്കിൽ കാണുന്നത് വലിയൊരു ക്യാരറ്റ് തോട്ടം തന്നെയാണ്. ഫാമുകൾ നോക്കി വന്നപ്പോ നമുക്ക് വഴിയിൽ വെച്ചൊരു അണ്ണീനെ കണ്ടു. നമ്മള് ഫാമുകളൊക്കെ തപ്പി വന്നപ്പോ നല്ലൊരു സുന്ദരിയായിട്ടുള്ള ഒരു അണ്ണി നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് അണ്ണിയുടെ പേര് എന്താന്ന് ചോദിക്കാം. എന്തായിരുന്നു പേര്? ജയലക്ഷ്മി. இந்த ஃபார்ம் கேரட்டா? இது கரெக்ட், அது கரெக்ட். அது 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 സബോള. ഇത് കിഴങ്ങ് അങ്ക അതിന് ആകല അണ്ണയ്ക്ക് ഫാമിലാണോ ജോലി? അതെ. അങ്ങനെ ഞാൻ എൻ്റെ ഉടായ്പ് തമിഴൊക്കെ സംസാരിച്ച് എന്തൊക്കെയൊക്കെയോ മനസ്സിലാക്കി. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഫാക്ടറിയിലേക്കാണ് കേട്ടോ. ഈ ഫാക്ടറി നമുക്കിവിടെ കുറേ കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ പോയ സ്ഥലത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ അവിടേക്ക് എത്തുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും ക്ലീൻ ചെയ്ത് പാക്കിങ്ങിലേക്ക് ആക്കുന്ന ഒരു ഫാക്ടറിയിലാണ് കേട്ടോ.
ഇവിടെ തന്നെ ഇവർ കൃഷി ചെയ്ത് അത് നീറ്റാക്കി കഴുകി വൃത്തിയാക്കി വെയിറ്റ് അനുസരിച്ച് അതുപോലെ തന്നെ കൊള്ളില്ലാത്ത സെപ്പറേറ്റ് ആക്കിയിട്ടാണ് അവരിതാ ഈ മിഷൻസ് വഴിയാണ് അതെങ്ങനെയാണ് പാക്ക് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഉള്ളിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫാക്ടറി കേട്ടോ. ഇവിടെ ബീട്രൂട്ടും ക്യാരറ്റും വൃത്തിയാക്കുന്ന ഒരു ഫാക്ടറിയാണ്. വൃത്തിയാക്കി വെയിറ്റ് എല്ലാം നോക്കി ഇങ്ങനെ ചാക്കുകളിലേക്കാക്കി മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. ഇത് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ നോർമലി ബീട്രൂട്ട് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഇവർ ജസ്റ്റ് വൃത്തിയാക്കാണ്ട് ഇങ്ങനെ കൃഷി ചെയ്ത് വിടും എന്നൊരു കൺസെപ്റ്റായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് കേട്ടോ. നല്ല രീതിയിൽ മെഷീൻസ് വഴി അവർ ക്ലീൻ ആക്കി, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കൊണ്ട് വെരിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടാണ് ഇവർ ചാക്കുകളിലേക്ക് ആക്കുന്നത്. അത് വെറുതെ മെഷീൻ വഴി മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതാ ഇങ്ങനെ വരുന്ന ക്യാരറ്റ് അതുപോലെ അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യും. കൊള്ളില്ലാത്ത ക്യാരറ്റൊക്കെ ഇതാ ഇങ്ങനെ മാറ്റി അവർ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാത്തൊക്കെയാണ് അവർ വെയിറ്റൊക്കെ നോക്കി പാക്കറ്റിലാക്കി ഇതാ ഇങ്ങനെ പല പല മെഷീൻസ് വഴി പോയിട്ടാണ് നമ്മുടെ ക്യാരറ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. സോ നിങ്ങൾ വരികയാണെങ്കിലും മസ്റ്റായിട്ടും ഇതൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ ഇവിടുത്തെ ഈ കാഴ്ചകളെല്ലാം തന്നെ. അങ്ങനെ നമ്മൾ അതെല്ലാം കാണാനായിട്ട് നമുക്ക് സാധിച്ചു. ഇവിടുത്തെ മെയിൻലി ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടാണ്. നമ്മുടെ ഈ ഫാക്ടറിയോട് ചേർന്ന് ഇവരുടെ തന്നെ സ്ഥലങ്ങളിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത് ഇപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫിന് മാത്രമേ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് അവിടുത്തെ ആൾക്കാരോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഹലോ ഗൈസ്, അവര് പറഞ്ഞത് ഈ താഴെ കിടക്കുന്ന ക്യാരറ്റ് എല്ലാം പശുവിന് കൊടുക്കാനുള്ളതെന്ന് പറയണേ. ഇതൊക്കെ കണ്ട ഓരോ ഇതൊക്കെ വേസ്റ്റ് ആണ്, ഇതൊക്കെ ചീഞ്ഞതാണ്. അപ്പൊ അതൊക്കെ അവര് പശുവിനാണ് കൊടുക്കുക. അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ക്യാരറ്റ് ഏതൊക്കെ യൂസ് പണ്ണത്? മാടുകൾക്കാ? അതെന്നാ അപ്പടി വേസ്റ്റാച്ചാ? ഓക്കെ, സെപ്പറേറ്റ് പണി കൊടുക്കണ. അതായത് മനുഷ്യർക്ക് മാടുകൾ അങ്ങനെ ഇതാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മളിതാ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോ ബീട്രൂട്ട് എല്ലാം ഫുള്ള് വാഷ് ചെയ്ത് എല്ലാം പാക്കിംഗ് ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരിക. ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആട്ടാ. ഇതിൽ വേസ്റ്റ് വരുന്നതൊക്കെ അവര് പശുവിന് അങ്ങനത്തെ ഇതിനു വേണ്ടിയൊക്കെ കൊടുക്കണത്. വേസ്റ്റ് ഒന്നും ഇവിടെ ഉപയോഗിക്കില്ല. അതൊക്കെ പശു അങ്ങനത്തെ കാള, പശു, ആട് അതിനൊക്കെ കൊടുക്കും. ക്ലീൻ ആക്കി ചാക്കുകളിലാക്കിയതാ ഇതുപോലത്തെ വണ്ടികളിലാണ് അവരത് കയറ്റി അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ വീണ്ടും എന്തിനാണ് ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ വെള്ളം നനയ്ക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു കുറച്ചും കൂടി കളറ് വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ആ ക്യാരറ്റ് തോട്ടാണ് നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്. അത് നമ്മുടെ ഈ ഫാക്ടറിയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ. ഈ റൂട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന പോലെയല്ല ഇവിടെ ചെയ്യുന്നത്. എന്താ പറയുക, നമ്മുടെ പോലത്തെ ചെറിയ ചെറിയ കൃഷികളൊന്നുമല്ല, ഏക്കർ കണക്കിന് തോട്ടങ്ങളിലാണ് ഇവർ കൃഷി ചെയ്യുന്നത് കേട്ടോ. എന്ത് വെയിലായാലും മഴയായാലും തണുപ്പായാലും അവർ മെയിനായിട്ട് ഇവർ കൃഷിയാണ് അവരുടെ ജീവിതമാർഗമായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിതാ പോവാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് കുതിരകൾ നമുക്കിങ്ങനെ റോട്ടിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിനാണ് കേട്ടോ നമ്മളിനി കാണുന്നത്. ഇതും നല്ലൊരു രസമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ ആമോസിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ആടിൻ്റെ കൂടെയുള്ള കളിയും കാര്യങ്ങളൊക്കെ. അത് ഞാൻ കാണിച്ചു തരാം. പിടിച്ചോ, തൊട്ടേ എടുത്തോ.
അങ്ങനത്തെ നമ്മൾ ചെമ്മരിയാടിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ചെമ്മരിയാടിൻ്റെ ഹെയർ വർഷത്തിലൊരിക്കലാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ചേട്ടൻ വളർത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടനാണ് നമ്മുടെ ആമോസിന് ചെമ്മരിയാടിനെ എടുക്കാനും തൊടാനൊക്കെ കൊടുത്തത്. ഏകദേശം 20ഓളം ചെമ്മരിയാടിനെയാണ് ഇവിടെ വളർത്തുന്നത് കേട്ടോ. ചെമ്മരിയാടിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ റൂട്ടിലാണ് ഇനി പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഊട്ടിയിൽ നിന്ന് മസനഗുഡിക്ക് പോകുന്ന വഴിയിൽ ഒരു അടിപൊളി കാഴ്ചയുണ്ട് കേട്ടോ. കുറേ കുതിരകൾ നിൽക്കുന്നത് നിങ്ങൾ ഒരുപാട് റീൽസിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ. ഊട്ടിയിൽ നിന്ന് മസനഗുഡിയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഗൂഡല്ലൂർ റൂട്ടാണ് ഇത്. ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. കാരണം എപ്പോഴും ഫോറസ്റ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നമ്മളെ തിരിച്ച് കയറ്റും. കുതിരകളുടെ ബാക്കിലായിട്ട് കാണുന്നൊരു ചതുപ്പാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇവിടെ അവർ നിർത്താനോ വണ്ടി നിർത്താനോ ഫോട്ടോസൊന്നും എടുക്കാനോ ഇറങ്ങി പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വീഡിയോസിൽ കണ്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ഒരു പൂവാണ് കേട്ടോ. ഒരു മഞ്ഞ കളറിൽ യെല്ലോ കളറിൽ അടിപൊളിയായിട്ട് കാണുന്ന ഒരു തടാകത്തോട് ചേർന്ന് കിഡിലിനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഈ സ്ഥലം. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ജസ്റ്റ് അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, എന്നിരുന്നാലും കാണാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് കേട്ടോ. കാരണം ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. ഇനി നമ്മളിത് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ. റൂട്ടിൽ കണ്ട മറ്റൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും എല്ലാവരും കയറുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങളും കയറി. നമ്മുടെ ബാക്കിൽ വരുന്നൊരു കിഡിലൻ ഫാം ഹൗസ് ആണ്, പഴയതാണ്. അതുപോലെ ഇതിലേക്ക് വരുന്ന പാലം എന്ന് പറയുന്നത് മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാലാണ് കേട്ടോ. കിഡിലൻ ആംബിയൻസ് ആണ് കേട്ടോ. നല്ല തണുപ്പും കോടയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലം. നമ്മൾ ഈ കാണുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ വന്നിട്ടാണ് കേട്ടോ ഈ സ്ഥലമുള്ളത്. ഷൂട്ടിംഗ് പോയിന്റിന്റെ റൂട്ടിലാണ്. ഹങ്കർഫോർഡ് എന്ന എസ്റ്റേറ്റ് നിങ്ങൾ അടിച്ചു കൊടുത്ത ഗൂഗിളിൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് പറ്റും. നമ്മുടെ മാരൻ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തതാ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പറാണ്. അപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് റിവ്യൂസൊക്കെ കണ്ട് എല്ലാവരും പോയി സൂപ്പർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് എന്താ പറയുക, ഗൂഗിളിൽ പറഞ്ഞ പോലെ അല്ല, അതിലും ഗംഭീരമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ വേറൊരു അടിപൊളി സ്പോട്ട് നമ്മൾ കണ്ടു. അത് നമ്മൾ തിരിച്ചു വരുന്ന റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയപ്പോൾ അവിടുത്തെ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ ബാക്കിലായിട്ട് നല്ലൊരു സ്ഥലമുണ്ട്, നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിത് അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ വ്യൂ പോയിന്റും കൂടി കണ്ട് നമ്മൾ തിരിച്ചിനി റൂമിലേക്ക് പോവാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഊട്ടി ഡേയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഊട്ടിയിൽ സാധാരണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന ടോയ് ട്രെയിനും അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളല്ലാതെ ഒന്ന് മാറ്റി പോകാൻ പറ്റിയൊരു കിഡ്ലൻ സ്പോട്ടുകളാണ് നമ്മുടെ ഈ